ഒരു തന്തയില്ലാത്ത കോൺഗ്രസ് MLA പറഞ്ഞ വാക്കുകളാണ്. റേപ്പ് തടയാൻ പറ്റുന്നില്ലെങ്കിൽ കിടന്ന് ആസ്വദിച്ചു കൊടുക്കണം. ഇതിപ്പോ നടന്ന വിഷയമല്ല, 2021 നടന്ന വിഷയമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ജനങ്ങളിലോട്ട് ഈ വാർത്ത എത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടക അസംബ്ലിയിൽ തമാശ ആയിട്ട് പരനാറി പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് ഇവൻ മാത്രമല്ല, പലരും മനസ്സിലാക്കിയിരിക്കുന്നത് റേപ്പ് ഒരു സെക്സ് ആണെന്നാണ്. റേപ്പിനെ സെക്സ് എന്ന് വിളിക്കുന്നത് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ തോൽവിയാണ്. സൈക്കോളജിസ്റ്റ് ഡേവിഡ് ലൈസാക്കിന്റെ ഒരു ലാൻഡ്മാർക്ക് സ്റ്റഡി ഉണ്ടായിരുന്നു. റേപ്പ് ഇസ് നോട്ട് ആൻ ഇമ്പൾസീവ് ആക്ട് ഓഫ് ഡിസയർ. റേപ്പ് ഒരു പ്ലാൻഡ് ആക്ട് ആണ്, ഡ്രിവൻ ബൈ പവർ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, തെറ്റുപറ്റിപ്പോയി, കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ. അത് ലോസ് ഓഫ് കൺട്രോൾ അല്ല, അബ്യൂസ് ഓഫ് കൺട്രോൾ ആണ്. റേപ്പ് ഒരു കോൺഷ്യസ് പ്രോസസ് ആണ്. റേപ്പ് എന്ന് പറയുന്നത് ശരീരത്തിന് ആയുധമാക്കി നടത്തുന്ന ഒരു വയലൻസ് ആണ്. അതുകൊണ്ട് സൊസൈറ്റി എന്നുവരെ റേപ്പ് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല, അന്ന് വരെ ഒരു വിക്ടിമിനും ജസ്റ്റിസ് കിട്ടില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന വിക്ടിം ഉണ്ട്. അവര് പോലും ഈ ഒരു കേസായിട്ട് പോലീസ് സ്റ്റേഷനിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന റിപ്ലൈസ് എന്താണെന്ന് ഞാൻ സ്വയം കേട്ടിട്ടുണ്ട്. നമുക്ക് ആർക്കും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രോമ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് റേപ്പ് എന്ന വാക്ക് കാഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു 1000 തവണയെങ്കിലും ചിന്തിക്കണം.